നമസ്കാരം, എമിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ 1 കിലോ കഞ്ചാവുമായി യുവാവിനെ വലപ്പാട് പോലീസ് പിടികൂടി. ചന്ദ്രാപിന്നി കോലാന്തറ വീട്ടിൽ കട എന്ന കരനാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നിസ്കാര പള്ളിക്ക് നേരെ ആക്രമണം, 2 ജനൽ ചില്ലുകൾ തകർന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പാഠമാക്കണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്രയാറിൽ 1 കിലോ കഞ്ചാവുമായി യുവാവിനെ വലപ്പാട് പോലീസ് പിടികൂടി. ചന്ദ്രാപിന്നി കോലാന്തറ വീട്ടിൽ കട എന്ന കരനാണ് പിടിയിലായത്. മയക്കുമരുന്നിൻ്റെ കേരളത്തിലെ ഇടനിലക്കാരൻ സായ് നൈനേഷിൻ്റെ കൂട്ടാളിയാണ് കരൺ. വലപ്പാട് CI R രമേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് കരണിനെ അറസ്റ്റ് ചെയ്തത്. മതിലകം സെയിൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് MLA അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനോദ്ഘാടനം VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ഹൈസ്കൂളും LP അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ ഈ കമ്പ്യൂട്ടറുകളെല്ലാം അനുവദിച്ചത് LP മുതലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കൂടിയിട്ടാണ്. സാധാരണ നിലയിൽ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിന് ഇത്രയധികം കമ്പ്യൂട്ടറുകൾ കൊടുക്കാറില്ല ഒരുമിച്ച്. പക്ഷേ ഒരു പ്രത്യേക പരിഗണന കൊടുത്തത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്കൂൾ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം എല്ലാ കാര്യങ്ങളിലും പഠന കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിലും ഒക്കെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു വിദ്യാലയമാണ്. കാരണം അതൊരു പ്രോത്സാഹനമായിട്ട് കൂടി കാണണം. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന സൗകര്യങ്ങൾ എത്രയാണെങ്കിലും നമുക്ക് അതിൽ സംതൃപ്തി ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഇനി കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് വ്യക്തിപരമായി ഞാൻ. PTA പ്രസിഡന്റ് OH ജെൻഡ്രിൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ജോസഫ് കുന്നത്തൂർ, PTA വൈസ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ, പ്രിൻസിപ്പൽ AP ലാലി, പ്രധാനാധ്യാപിക ഗ്രാസിയ പോൾ, ഹസീന മജീദ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മെയ് 1 മുതൽ 10 വരെ ആറാട്ടുകടവിൽ നടക്കുന്ന തീരോത്സവത്തിൻ്റെ പൊതുയോഗം നടന്നു. പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, CPM ലോക്കൽ സെക്രട്ടറി PK ആറുമുഖൻ, NK സത്യനാഥൻ, KK സച്ചിത്, സോമൻ താമരക്കുളം, MA വിജയൻ, TP രഘുനാഥ്, AR രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CS സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ഉടലെടുത്ത് വരികയാണ്. ഇപ്പോൾ ബ്രിട്ടനിൽ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭം ബ്രിട്ടനിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്നു. 20 ലക്ഷം തൊഴിലാളികളാണ്, ഇപ്പം ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ 20 ലക്ഷം തൊഴിലാളികൾ ആ പണിമുടക്കത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഗ്രീസിൽ കഴിഞ്ഞ ജൂലൈ 24-ാം തീയതി 24 മണിക്കൂർ നീണ്ടുവന്നൊരു പണിമുടക്കം നടന്നു. ഇപ്പം അമേരിക്കയിലാണെങ്കിലും അവിടെയും തൊഴിലാളികൾ പ്രക്ഷോഭത്തിലാണ്. അവിടുത്തെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഒരു മണിക്കൂറിൽ $15, അതാണ് അവിടുത്തെ തൊഴിലാളികൾ വേതനമായിട്ട് ആവശ്യപ്പെട്ടത്. അവിടെയും അവിടുത്തെ തൊഴിലാളികൾ പണിമുടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇറ്റലിയിലാണെങ്കിൽ അവിടെ ചെലവ് ചുരുക്കൽ നടപടിക്കെതിരെ ഒക്ടോബർ മാസം 10-ാം തീയതി നടത്തിയ പണിമുടക്കിൽ ഏതാണ്ട് 10 ലക്ഷം തൊഴിലാളികളാണ് അവിടെ പങ്കെടുത്തത്. OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. C ആനന്ദ്, MH ഹസീന, TS ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു.
KSSPU പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. TK ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. KK രാമകൃഷ്ണൻ, K ഗോപിനാഥൻ, K കൃഷ്ണൻ നായർ, EM കൃഷ്ണൻകുട്ടി, A പവിഴം, C ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഈ രീതിയിലുള്ള തെറ്റായ നടപടിക്രമങ്ങൾ ഞാൻ പോകുന്നില്ല. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏകദേശം ഈ ക്യാൻസർ രോഗം ഉണ്ടാകുന്നത് അതിൽ 50% തുകകളും നമ്മുടെ ഭക്ഷണ ക്രമത്തിലുള്ള തെറ്റായ രീതികളാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതികളും മറ്റൊക്കെ തന്നെ കാര്യമായ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ പ്രവർത്തകന്മാർ ഇമാരുള്ള ആവശ്യമായ ആളുകളുടെ വീട്ടിൽ പോകുമ്പോൾ പോയി സന്ദർശിക്കുന്നൊക്കെ നമ്മുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളെ ഇത്തരം കാര്യങ്ങൾ കൂടി ഉപദേശിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നിസ്കാരപ്പള്ളിക്ക് നേരെ ആക്രമണം. നാരായണമംഗലം TDP സ്കൂളിന് സമീപമുള്ള ഹിദായത്തുസി ബിയാൽ മദ്രസയിലെ നിസ്കാരപ്പള്ളിക്ക് നേരെയാണ് കഴിഞ്ഞ രാത്രിയിൽ ആക്രമണമുണ്ടായത്. പള്ളിയുടെ 2 ജനൽ ചില്ലുകൾ തകർന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പള്ളിയുടെ ഭണ്ഡാരം അടിച്ചു തകർത്തിരുന്നു. പുല്ലൂറ്റ് മഞ്ഞന ജുമാ മസ്ജിദ് മഹലിന് കീഴിലുള്ളതാണ് നിസ്കാരപ്പള്ളി. സംഭവത്തെക്കുറിച്ച് മഹല്ല് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. പള്ളിയുടെ സമീപത്തുള്ള ഭണ്ഡാരം സാമൂഹ്യ ദ്രോഹികൾ തകർക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെ ഈ മസ്ജിദിൻ്റെ 2 ജനൽ ചില്ലുകൾ സാമൂഹ്യ ദ്രോഹികൾ അടിച്ചു തകർത്തിരിക്കുകയാണ്. സമൂഹത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇത് വെച്ചുപൊറിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഈ വക സാമൂഹ്യദ്രോഹികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അധികാരികളോട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ചെളിങ്ങാട് കോഴിത്തുമ്പ് കോളനിയിൽ SYSന്റെ ആഭിമുഖ്യത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. വെള്ളം ഉണ്ടായിട്ട് 9 ദിവസമായി. വാർഡ് മെമ്പർ വിളിച്ച് ഞങ്ങൾ വിവരം പറയും. അപ്പോൾ മെമ്പർ പറയും ഞാൻ അവിടേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വെള്ളം വരും, അങ്ങനെ പറയും, പൈപ്പ് നന്നാക്കണമെന്ന് പറയും. പക്ഷേ വെള്ളം കിട്ടാറില്ല. എന്നിട്ട് ഇന്ന് രാത്രി വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞ് 7:30 കുടിവെള്ളം വണ്ടിക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ പാത്രങ്ങളായിട്ട് എല്ലാവരും ആണ് സംഭവം. 100ഓളം കുടുംബങ്ങൾക്കാണ് SYS കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. വിതരണം മെയ് വരെ തുടരും. VS ഇസ്മായിൽ ഷാജി, മുഹമ്മദ് അലി, ഖാലിദ് എന്നിവർ നേതൃത്വം നൽകി. SSF കമ്മിറ്റികൾ സംയുക്തമായിട്ട് 3 വർഷക്കാലമായി വെള്ളം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുഖ്യ മേൽനോട്ടം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജിയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഈ വെള്ളം ഈ കോളനി 2-3 കോളനികളിൽ സ്ഥിരമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 വർഷക്കാലമായി ഇതിന് യാതൊരു പ്രതിഫലവും അദ്ദേഹം ആരിൽ നിന്നും കൈപ്പറ്റാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ ജനങ്ങൾക്ക് സഹായകമായ പ്രവൃത്തിയാണിത്. ഇത് SYS തുടർന്നും ഈ വരുന്ന വളർച്ചക്കാലങ്ങളിൽ വീണ്ടും ഇത് ദിവസേന ചെയ്യുന്നതായിരിക്കും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഹോട്ടൽ മജ്ലിസ്, JJ ഫുഡ് കോർട്ട്, മെസ്ബിൻ, സ്മിതാസ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്തത്. പഴകിയ ചോറ്, ഇറച്ചി, മീൻ എന്നിവയും പലവട്ടം ഉപയോഗിച്ച എണ്ണയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, സലിം, ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ ബാലസംഗമത്തിന് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരുവാനും അതുപോലെ നമ്മുടെ കുട്ടികളെ ഒന്നിച്ച് ഇരുത്തി ഒരു കൂട്ടായ്മ, അവരുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാനും ഉള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള സംഗമങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. അതിലൂടെയാണ് അവരുടെ കഴിവുകളെ പുറത്തെടുത്ത് ആ കഴിവുകളെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ള രീതിയിൽ. അവരെ ചില കുട്ടികളിൽ പല കഴിവുകളും പല കുട്ടികളിലും ഉണ്ടാകുമെങ്കിലും അവരതൊക്കെ തന്നെ
പ്രകടിപ്പിക്കാൻ വൈമനസ്യം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ വൈമനസ്യ അവസ്ഥയിൽ നിന്ന് അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന്, അത് നമ്മളിങ്ങനെ കൂട്ടായിട്ടിരിക്കുമ്പോൾ, അത് കൂട്ടുകാരുമൊത്ത് ചർച്ച ചെയ്യുമ്പോൾ, കൂട്ടുകാരുമായി നമ്മൾ ഒത്തുകൂടുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ ഒക്കെ തന്നെ നല്ല സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാനും അതിനെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുക. അത് വളരെ ഉല്ലാസകരമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുക. അത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഉല്ലാസകരമായ ഒരു പഠന യാത്രയും കൂടി നിങ്ങൾക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കുട്ടികളെയും നമ്മുടെ ബാലസഭയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് അവരുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാനും. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ലത ശിവരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, AM സുബ്രഹ്മണ്യൻ, ഉഷ പ്രകാശൻ, AR രവീന്ദ്രൻ, വിനീത മോഹൻദാസ്, TP രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിൽ SSLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇത് സൈക്കിൾ ആവശ്യപ്പെട്ട് വരികയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കൊരു വിഷമം, കൊച്ചുമക്കളല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കൂടി അന്വേഷിച്ചപ്പോൾ 4 കുട്ടികൾ അപേക്ഷ വയ്ക്കാതെ, അവർ ഗ്രാമസഭയിൽ പങ്കെടുക്കാതെ അപേക്ഷ വയ്ക്കാതെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ തൃശ്ശൂർ നടന്ന ജില്ലാതല യോഗത്തിൽ നമ്മൾ ബാക്കി എല്ലാ കുട്ടികൾക്കും, അതായത് 34+ ഇപ്പോൾ പുതിയതായി കിട്ടിയ കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ എല്ലാവർക്കും സൈക്കിൾ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആളുകൾക്കാണ് ഇപ്പോൾ 22 പേർക്ക് നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അതിൽ 11 പെൺകുട്ടികളും 11 ആൺകുട്ടികളുമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ചവിട്ട് പഠിക്കുക എന്ന് പറയുന്നതൊരു സ്വപ്നമാണ്. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. TP രഘുനാഥ്, വിനീത മോഹൻദാസ്, VS ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റൊരിടവേള. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പാഠമാകണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി. എന്തൊരു സർക്കാരാണ്. സാവധാനം നിർത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാ ഷാപ്പുകളും തുറന്ന രീതിയാണ് ഇപ്പോൾ. മദ്യവും ബിയറും ആർക്ക് വേണം, മദ്യവും ബീഞ്ഞും ആർക്കാണ് ആവശ്യം. പക്ഷെ അവിടെ വിൽക്കുന്നത് ഒടുവിൽ മദ്യം തന്നെയായിരിക്കും. അതാര് തിരിച്ചറിയുന്നുണ്ട്, ആരന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ ജനങ്ങളുടെ സങ്കടമാണ്. ഇത് ഒരു രാഷ്ട്രീയ സമ്മേളനത്തിലുള്ള സ്ഥലമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ MLA ഈ ജനങ്ങളുടെ നന്മ കൈവരുന്ന ഒരു രാഷ്ട്രീയ ജാഥയായിട്ടും പ്രകടമായിട്ടും ഞാൻ കാണുന്നില്ല. ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾക്ക് എത്ര പേര് വീട് ശ്രദ്ധിക്കാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയണം. എത്ര ആൾക്കാർ ജലസംരക്ഷണത്തിന്റെ പേരിൽ ഇവിടെ സഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. ഇതറിയാതെ ഒരു സ്വരംപുഴയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിലെ അവരുടെ പറയുന്നതാണ്. TN പ്രതാപൻ MLA നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP ധനപാലൻ, TM നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രസിഡന്റ് TN പ്രതാപൻ MLA നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് കയ്പമംഗലത്ത് സ്വീകരണം നൽകി. സുജിത്ത് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും പരിഹാരമുണ്ടാക്കി അവരുടെ മത്സ്യബന്ധന മേഖലയിൽ അവരെങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് ആ റഫറൻസ് കൊടുത്തുകൊണ്ടാണ് കമ്മീഷൻ നിയോഗിച്ചതെങ്കിലും നമ്മുടെ 7ാം ഷെഡ്യൂളിൽ നിയമപരമായ ഭരണഘടനാപരമായ അംഗീകാരം കിട്ടുന്ന 57ാമത് വകുപ്പായി നമുക്ക് അംഗീകാരമുള്ള അല്ലെങ്കിൽ നിയമപരമായ അവകാശമുള്ള ആ ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാനുള്ള കമ്മീഷൻ റിപ്പോർട്ടായി ഇന്ന് വന്നിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ്, UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇന്ന് ഓർക്കുന്നു, ബഹുമാനപ്പെട്ട KV തോമസ് സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസിന്റെ MPമാർ എല്ലാ ഭാഗത്തു നിന്നും രംഗത്ത് വന്ന് ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന ശക്തമായ പ്രതിഷേധം.
അതിന് കൂടെ മറ്റു പാർട്ടികളും കൂടുകയുണ്ടായി. ഞാനത് നിഷേധിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് നിർബന്ധമായും നടപ്പിലാക്കാൻ ആരാണ് ഇത് ചർച്ച ചെയ്തത്? ഏത് വേദിയിലാണ് ചർച്ച ചെയ്തത്? ഇത് നിയമമാക്കാൻ പാർലമെന്റില്ലേ? അവിടെയല്ലേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതല്ലാതെ ഒരു തീട്ടൂരം വഴി നടപ്പിലാക്കാൻ കഴിയുന്നതാണോ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഈ മാറ്റം? അതുകൊണ്ട് ഒരു തീട്ടൂരം വഴി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യണ്ടേ? അതിന്റെ പോരായ്മകൾ നികത്തണ്ടേ? മത്സ്യത്തൊഴിലാളികൾക്ക് ദ്രോഹമായ വകുപ്പുകൾ എടുത്തു മാറ്റണ്ടേ? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. KV സുരേഷ് ബാബു, PN ബാലകൃഷ്ണൻ, PA മുഹമ്മദ് അലി, CS രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് തെരഞ്ഞെടുത്ത കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകളും അംഗവൈകല്യം സംഭവിച്ചവർക്ക് വീൽ ചെയറുകളും വിതരണം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പണ്ടൊക്കെ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വരേണ്യ വിഭാഗത്തിൻ്റെ ഒരു സംവിധാനമാണ്, ഒരു സംഗമത്തിനുള്ള ഒരു ഏർപ്പാടാണ് എന്നാണ് ഒരു ധാരണ ഉണ്ടായത്. പക്ഷെ ആ ധാരണ മാറ്റിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് കുറേ വർഷങ്ങളായി റോട്ടറി ക്ലബ്ബ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ എടുത്തു പറയത്തക്ക കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്നു, സൗജന്യമായി തയ്യൽ മെഷീൻ കൊടുക്കുന്നു. കുടുംബശ്രീയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ലോകത്ത് തന്നെ ഒരു അവസാന വാക്കാണ് കുടുംബശ്രീ. കുടുംബശ്രീയെ പറ്റി പഠിക്കാനെന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിലേക്ക് മന്ത്രിമാര്, അതേപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാര്, സാമൂഹ്യ പ്രവർത്തകര്, പല വിധത്തിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ ഇതിനപ്പുറം മറ്റൊന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആ കുടുംബശ്രീയെ സഹായിക്കാൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് TC ബോസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, KP ധനപാലൻ, PV വിവേകാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിലവാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നറ ജ്വല്ലേഴ്സ് 3 പിടി. സ്വർണം ഗ്രാമിന് 2510 രൂപ, പവന് 20,080 രൂപ. തൃശൂർ ജില്ലയിലെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിൽ 1 കിലോ കഞ്ചാവുമായി യുവാവിനെ വലപ്പാട് പോലീസ് പിടികൂടി. ചന്ദ്രാപിന്നി കോലാന്തറ വീട്ടിൽ കട എന്ന കരനാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നിസ്കാര പള്ളിക്ക് നേരെ ആക്രമണം, 2 ജനൽ ചില്ലുകൾ തകർന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പാഠമാക്കണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.